വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മണിക്ക് എണീറ്റിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെയാണ് സാധാരണ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ 8:30ക്കാണ് എണീക്കുന്നത്. സോ ഇന്ന് എന്തായാലും ഒരു അരമണിക്കൂർ നേരത്തെ എണീറ്റിട്ടുണ്ട്. കുക്കുത ഇന്ന് എൻ്റെ കൂടെയായിരുന്നു, ഇന്നലെ എൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ 2 days ആയിട്ട് അവൾ എൻ്റെ കൂടെയാണ്. കുറച്ച് ദിവസം മുന്നേ വരെ അമ്മയുടെ കൂടെ ആയിരുന്നു കേട്ടോ. അമ്മയുടെ അച്ഛൻ ഞാൻ ഇന്നലെ ബണ്ണിട്ട് വെച്ചിട്ടാണ് കേട്ടോ കെട്ടി വെച്ച് ബണ്ണ് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ലൂസായിട്ടുണ്ട് മുടി. ഒരു ചോറി തന്നെ അവളെ ഹെൽപ്പ് ചെയ്യും ഗൈസിനെ. മുടി നീളം വെച്ചിട്ടുണ്ട് എനിക്ക്. ഞാൻ ഹെയർ ഗ്രോത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പം മുടി നീളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉള്ളു വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മുടിക്കൊരു ചെറുതായിട്ടൊരു കട്ടി വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കെട്ടാണ്. വെള്ളം കുടിക്കണം. എൻ്റെ പുതിയ ബോട്ടിലാണ് കേട്ടോ. ഒരു 3-4 ദിവസമായി അടിച്ചിട്ട്. കാരണം ഞാൻ വെള്ളം കുടിക്കുന്നത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സോ ഈ കുപ്പി കണ്ടാലെങ്കിലും ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ ഫുൾ വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ ഒരു ദിവസം. പിന്നെയും കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ കുടിക്കുന്നുണ്ട് ഒരു ദിവസം. എവിടേക്കാ ഇങ്ങോട്ട് വന്നേ? എനിക്ക് അവിടെ തീരെ വിശ്വാസമില്ല ഗൈസ്. അവിടെ എൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. സോ അവിടെ ഞാൻ കടിച്ച് പിടിച്ചായി കഷ്ടം. ഓൾമോസ്റ്റ് കഴിയാറ്. ഇനി ഞങ്ങൾ താഴെ പോവുകയാണ്. മേലെയാണ് കേട്ടോ കിടക്കുന്നത്. ചേച്ചിയുടെ റൂമിലാണ് കിടക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൂം മാറിയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിന്നാടിരിക്കേ ചേച്ചിയുടെ റൂമിലാണ് കേട്ടോ കിടക്കുന്നത്. കുക്കോ സൈലൻസ്, വായടയ്ക്കോ ഇങ്ങനെ അപ്പോൾ ചേച്ചിയുടെ റൂമിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ താഴെ പോകണം. അമ്മേ നല്ലോർക്കാണല്ലോ. കുറക്കവൻ്റെ പിന്നെ അപ്പോൾ താഴെ പോകണം കേട്ടോ. അപ്പോൾ ഇവളെ കൊണ്ടുപോകണം. ഇവളുടെ കൂടുതൽ എവിടെയെങ്കിലും പുതിയ ടെൻറ്റ് കണ്ടോ നിങ്ങൾ? കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടി കുക്കുനെയാണ് കേട്ടോ. കുക്കുൻ്റെ കറക്റ്റ് ഫേസ് നമ്മൾ പിക്ചർ കൊടുത്തിട്ട് അത് തന്നെ വെച്ച് വരച്ചതാണ് കേട്ടോ. അവളുടെ പേരും ഉണ്ട് താഴത്ത്. കുക്കു ഇതാരാ അങ്ങോട്ടാണ് നോക്കണ്ട. അപ്പൊ ഇതാരാ കുക്കു? ഓക്കെ നമുക്ക് ഓടി വരുന്നില്ല. ഞാൻ എടുത്തിട്ടാണ് വരുന്നത് കുഞ്ഞിനെ. നമ്മുടെ കുട്ടൻ്റെ വരുന്നുണ്ട്. അജിണ്ടായിരുന്നു, ഗിരിജിണ്ടായിരുന്നു. അവളെ കളയും. എന്തേ തലമുട്ടില്ല, കൈ മുട്ടില്ല, മുട്ടണില്ല കയ്യേ. ഇന്നലെ 2-3 ദിവസം മുൻപ് ആമസോണിൽ ഒരു ബോഡി വാഷ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നല്ല റിവ്യൂസൊക്കെ കണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇന്നലെയാണ് അത് ഡെലിവർ ആയത്. അപ്പോൾ ഞാൻ അതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കുമ്പോഴാണ് കേട്ടോ. പാക്കറ്റ് പൊട്ടിക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ മേടിച്ചിരിക്കുന്ന ബോഡി വാഷ് പ്ലിക്സിൻ്റെ ആണ് കേട്ടോ. പ്ലിക്സിൻ്റെ പൈനാപ്പിൾ സ്മൂത്ത് സ്കിൻ ജ്യൂസി ബോഡി വാഷ്. ഇപ്പം ഞാനൊരു 2-3 years ആയിട്ട് ബോഡി വാഷാണ് യൂസ് ചെയ്യുന്നത്. സോപ്പല്ല കേട്ടോ, ബോഡി വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല ബോഡി വാഷും യൂസ് ചെയ്തിട്ടുണ്ട്, പലതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഒരു 1 month അല്ലെങ്കിൽ ഒരു 1 week അല്ലെങ്കിൽ 2 week കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ കേട്ടോ. ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യില്ല. ഇന്ന് വാഷ് ചെയ്താൽ ഞാൻ പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. ഒന്നരാടാണ് ഹെയർ വാഷ് ചെയ്യാറുള്ളത്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഹെയറിൽ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യും കേട്ടോ. അതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏത് ഓയിലാണെങ്കിലും അത് ഞാൻ അപ്ലൈ ചെയ്യും. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് വേദിയുടെ ഓയിലാണ് കേട്ടോ. ഇപ്പോൾ ഒരു 1 month ആയിട്ട് ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹെയർ ഗ്രോത്ത് ഒട്ടും ഉണ്ടായിരുന്നില്ല. മുടി വെട്ടിയതിന് ശേഷം ഞാൻ ഷോർട്ട് ഹെയർ ആക്കിയതിന് ശേഷം ഒരു
ഒരു 4-5 മാസത്തിന് ഒരു തരി പോലും എൻ്റെ മുടി വളർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ എനിക്ക് ആകെ വിഷമമായിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ മുടി നിന്നോ വളരുന്നതൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഡോക്ടറെ കാണിച്ചതും അതുപോലെ തന്നെ ഹെയർ കട്ട് ചെയ്തതും ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് മാറ്റിയതും ഫുഡിൽ കുറച്ച് ഡയറ്റ് എന്താ പറയുക കുറച്ച് അധികം ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങിയതൊക്കെ അതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ അത്യാവശ്യം നീളം വെച്ചിട്ടുണ്ട് മുടി കണ്ടോ. ഇതാ ഇത്ര ആയിട്ടുണ്ട് മുടി വെട്ടണ സമയത്ത് ഇതാ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്രയും നീളം വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര വിഷമിച്ചിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് ഭയങ്കര മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു എനിക്ക് നല്ലോണം ഒരു 5 months മുൻപ്. അപ്പോൾ ഇപ്പം നല്ല രീതിക്ക് എല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ അല്ലെങ്കിൽ എൻ്റെ ഹെയർ കെയർ വീഡിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ചെയ്യാം. ഇപ്പം ചെയ്യാം, ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. കാരണം ഞാൻ പ്രോഡക്ട്സ് ഞാൻ എന്താ പറയുക ഡോക്ടറെ കാണിച്ച് കൺസൾട്ട് ചെയ്ത് ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായിട്ട് വാക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. റെഡി ടു യൂസ് ഹാഫ് ബോഡി വാക്സ് സ്ട്രിപ്സ് വീറ്റിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ്. ഇതിനുള്ളിൽ 8 സ്ട്രിപ്സ് ആണ് വരുന്നത്. പിന്നെ പെർഫെക്റ്റ് ഫിനിഷ് വൈറ്റ്സിനൊക്കെ നമുക്ക് വലിക്കാം. രണ്ടാമത്തെ ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ സൈക്കിളിൽ നിന്ന് വീലിട്ട് എനിക്ക് എന്താ പറയുക ഭയങ്കര വലിയൊരു മുഴുവ് വന്നതാണ് കേട്ടോ. അപ്പോൾ വേറൊരു കളറായിട്ടുണ്ട് ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് വലിക്കാം. ഇവിടെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഹെയർ ആണ് പോയത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ട് കാലിന്. ഓ ഭയങ്കരമായിട്ട് പോയിട്ട് ഫുള്ള് പോയി. അവിടുത്തെ റൂട്ടടക്കണൊക്കെ പോയി തോന്നിട്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ഹെയർ ആണ്. ഞാൻ വല്ല ഷൂട്ടൊക്കെ വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഹെയർ ഒക്കെ കളയാനാണ്. എനിക്ക് എന്താ പറയുക ടാറ്റ ഓടിക്കുമ്പോൾ പോലും ഇത്ര പെയിൻ തോന്നിയിട്ടില്ല എന്ന് തോന്നിട്ട്. ഓ മൈ ഗോഡ്. ഓക്കെ 1 2 3. അങ്ങനെ ആ ഒരു അംഗമൊക്കെ കഴിഞ്ഞിതാ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിച്ച് വന്നപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. കുളിച്ച് വന്നാൽ പിന്നെ എനിക്ക് അപ്പം തന്നെ മുടി ഉണക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. പിന്നെ കുളിച്ച് വന്നാൽ അധികം നേരം മുടി കെട്ടി വെക്കാനും പാടില്ല. കാരണം തലയിൽ പാന് താരൻ അതുപോലെ തന്നെ മുടിയിൽ എന്തോ ഒരു കായ വരുന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വൃത്തികെട്ട സ്മെല്ല് വരും കുറേ നേരം കെട്ടി വെച്ചാൽ. അപ്പം ഞാനതൊന്നും നിൽക്കാറില്ല. ഞാൻ കുളിച്ച് വന്നാൽ അപ്പം തന്നെ മുടി ഉണക്കാറുണ്ട് കേട്ടോ. എൻ്റെ മുടിയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കാരണം കനം കുറവാണ് മുടിക്ക്, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ രാവിലെ ഞാൻ മുട്ടയും അതുപോലെ തന്നെ പാലും കുടിക്കാറുണ്ട്. അപ്പോൾ പാലൊന്നും കുടിച്ചില്ല, മുട്ടയൊന്നും കഴിച്ചില്ല. പകരം ഞാൻ നട്ട്സ് എടുത്ത് കഴിച്ചു. പിന്നെ അതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റായ നൂഡിൽസാണ് ഞാൻ കഴിച്ചത്. പിന്നെ കുറച്ചധികം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മോർണിംഗ് സ്കിൻ കെയറിലോട്ട് കിടന്നു. ഞാൻ മറ്റേ എന്താ പറയുക സ്നെയിൽ മ്യൂസിനാണ് കേട്ടോ യൂസ് ചെയ്തത്. സ്നെയിൽ മ്യൂസിൻ സാധനമാണ് യൂസ് ചെയ്തത്. ഒച്ചിൻ്റെ ആ ഒരു സംഭവം കേട്ടോ, ഒച്ചിൻ്റെ സെറം. അപ്പോൾ അത് യൂസ് ചെയ്തു. അത് ഞാൻ എന്നും യൂസ് ചെയ്യില്ല കേട്ടോ. എനിക്ക് തോന്നുമ്പോൾ ഞാനെടുത്ത് യൂസ് ചെയ്യും. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതെടുത്ത് യൂസ് ചെയ്തു. പിന്നെ ഞാൻ ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്തു കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഒരു ബുക്ക് എന്താ പറയുക ഒരു 3/4 വായിച്ച് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബുക്കൊക്കെ വായിച്ചു. പിന്നെ കുറച്ച് നേരം ബുക്ക് വായിച്ച് എനിക്ക് പിന്നെ കുറച്ച് നേരം ബുക്കിൻ്റെ പേജ് എണ്ണി ഇതുപോലെ കളിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കളിച്ചു. പിന്നെ അങ്ങനെ ഞാൻ കുറച്ചൊരു 10-15 മിനിറ്റ് അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. ഒരു കുഞ്ഞുറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്നു. ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ഉറങ്ങിയെന്ന് പറയാം. കണ്ണടച്ച് ഉറങ്ങി കുറച്ച് നേരം കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇന്ന് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നുമില്ല കാര്യമായിട്ട്. കൊറിയർ അയക്കാൻ പോകണം. ക്ലാസ് ഉണ്ട് ഈവനിങ് കളരിയിൽ. പിന്നെ എൻ്റെ 2-3 സാധനം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടുള്ള 2-3 സാധനം. അപ്പോൾ അത് മേടിക്കണം. അല്ലാണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെന്ന്. ഉറക്കം വരിക, നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങുമ്പോൾ ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് മീൻസ് ഉറക്കം വരും വീണ്ടും. അതന്നെ, വേറൊന്നുമില്ല. ഓക്കെ, എന്തായാലും ലഞ്ചിൻ്റെ ടൈം ഏകദേശം ആവാറായിട്ടുണ്ട്. പിന്നെയും ഞാൻ എൻ്റെ മൈൻഡൊക്കെ സെറ്റാക്കി ഞാൻ എൻ്റെ സ്പെക്സൊക്കെ വെച്ച് ഞാൻ പിന്നെ ബിസിനസ്സിൻ്റെ കാര്യം നോക്കുമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ലാപ്ടോപ്പിൽ ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സോ അതൊക്കെ നോക്കിയപ്പോഴേക്കും എനിക്കിതാ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയർ ചേട്ടൻ വന്ന് തന്നിട്ട് പോയി. കൊറിയർ ആമസോൺ എന്നുള്ളതാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഇനിയൊരു 3 കൂടി വരാനുണ്ട് കേട്ടോ.
അതൊക്കെ മേടിച്ച് വെച്ച് ഞാൻ കിച്ചണിലോട്ട് പോയിട്ടുണ്ട്. കാരണം ഇന്ന് എൻ്റെ വകയാണ് ഉപ്പേരി. നമ്മൾ തൃശ്ശൂർക്കാർ കൂടുതലും ഉപ്പേരി എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞങ്ങൾ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിലെ ഉപ്പേരി എന്നാണോ, തോരൻ എന്നാണോ, അല്ലെങ്കിൽ മെഴുക്കുപുരട്ടി എന്നാണോ പറയാമെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. എന്തായാലും നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. അമ്മ ഉണ്ടായിരുന്നു കിച്ചണിൽ. ഞാൻ അമ്മേനെ പുറത്താക്കി. കാരണം ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആരും അങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാനും കിച്ചണും മാത്രം അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ഉരുളൻകിഴങ്ങിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓൾറെഡി പൊട്ടാറ്റോ ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പേരി താളിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അതുണ്ടാക്കി. ഞാൻ നല്ലോണം ഉരുളൻകിഴങ്ങ് ഉടച്ചിട്ടാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുക. എനിക്ക് ഉരുളൻകിഴങ്ങ് ഉടച്ചിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് എങ്ങനെ കിട്ടിയാലും ഞാൻ കഴിക്കും. അപ്പോൾ ഇന്നാണെങ്കിൽ ഉരുളൻകിഴങ്ങിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ മുരിങ്ങയുടെ ഇലയുടെ കറിയാണ് തോന്നുന്നു ഉണ്ടായിരുന്നത്. അത് കഴിച്ചു. പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. ഈവനിങ് ഞാൻ കോക്കനട്ടിൻ്റെ ബിസ്ക്കറ്റ് കഴിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ഗുരുവായൂർ ക്ലാസ് ഉണ്ട് കേട്ടോ, കളരിയുടെ. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മണിക്കാണ് ക്ലാസ്. ഇപ്പോൾ 4 മണി ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കൊറിയർ അയക്കാൻ പോകണം. ഒരു അർജൻറ്റായിട്ടൊരു 4 കൊറിയർ അയക്കാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് എനിക്ക് മേടിക്കാനുണ്ട് എൻ്റെ 2-3 ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പോണ വഴിയിൽ നമ്മുടെ കൊറിയർ അയക്കാനുണ്ടായിരുന്നു. സോ നമ്മൾ കൊറിയർ അയച്ചു. അതിനുശേഷം ഗുരുവായൂർ ക്ലാസ്സിലെത്തിയിട്ടോ. അപ്പോൾ എത്തിയപ്പോൾ അതാ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മാങ്ങ കഴിച്ചു. കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. 5 മണിക്കാണ് ക്ലാസ്. എനിക്ക് മൊത്തം 22 സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയപ്പോൾ ബാക്കിയുള്ള കൊറിയറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു കവറിലായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ വലിയൊരു ബോക്സ്. അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പൊട്ടി. ഇത്രയധികം സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടോയെന്ന് ആലോചിച്ചു. പിന്നെ മനസ്സിലായിട്ടോ എന്താ സംഭവം എന്ന്. ഇതെനിക്കുള്ള ഒരു ക്രോപ്പ് ഷർട്ടാണ് കേട്ടോ. എന്നൊക്കെ കാണിച്ചു തരാം. ഈ ഒരു ഷർട്ടിൻ്റെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ വെയർ ചെയ്തിട്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഒലീവ് ഗ്രീൻ കളർ ഷർട്ടാണ്. എനിക്ക് ഈ ഒരു കളർ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അടുത്താണ് ഞാനൊരു സാറയുടെ ഈ ഒരു കളറ് പാൻറ്റ് മേടിച്ചത്. ബാഗി പാൻറ്റ്, ബാഗിയാണോ പാരച്ചൂട്ട് പാൻറ്റ്. പിന്നെ ഇതാ ഇപ്പോൾ ക്രോപ്പ് ഷർട്ട് മേടിച്ചു. ഇതാണ് കേട്ടോ ആ ഒരു ബോക്സ് നിറച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കുക്കുവിൻ്റെ പീ പാഡാണ് കേട്ടോ. അവളുടെ മൂത്രമൊക്കെ തുടക്കണ തുണി, ആ ഒരു സംഭവമാണ്. പിന്നെ അതും വേറൊരു ഷർട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതിനുശേഷം ഞാൻ എൻ്റെ എന്താ പറയുക ഫേസിലുള്ള ഹെയറൊക്കെ റിമൂവ് ചെയ്തു. നാളെ എനിക്കൊരു ഷൂട്ട് ഉണ്ടല്ലോ. സോ ഞാൻ സ്കിന്നൊക്കെ ഒന്ന് കെയർ ചെയ്യും തലേ ദിവസം. അപ്പോൾ ഫേസിൽ അത്യാവശ്യം നല്ല ഹെയർസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. ഞാൻ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുക റേസർ വെച്ചിട്ടാണ് കേട്ടോ. വേറെ സംഭവമൊന്നുമില്ല. റേസർ വെച്ചിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യാറുള്ളത്. കാർമെസിലിയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ കൂടുതലും. അതിനുശേഷം ഇതാ നോസിലെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്തു. ഒരു സ്ട്രിപ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ വലിച്ചെടുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോണതാണ് കേട്ടോ. ഇത് ഞാൻ മിനിസോണിന്ന് മേടിച്ചതാണ്. ഇപ്രാവശ്യം വളരെ കുറച്ചേ പോകുന്നുള്ളൂ. കാരണം എൻ്റെ മൂക്കിൽ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇപ്പോൾ അടുത്താണ് ഞാൻ റിമൂവ് ചെയ്തത്. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഷാർപ്പായിട്ട് നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ അത്. അങ്ങനെ റിമൂവ് ചെയ്തപ്പോൾ നല്ല സോഫ്റ്റായി. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു ഷൂട്ടുണ്ട്. സോ ഞാൻ ഫേസൊക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചു. ഞാൻ ഫേസ് സ്ക്രബ്ബർ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫേസ് മാസ്ക്, ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്യണം. പിന്നെ ഓൾറെഡി ഞാൻ ഫേസിലെ ഹെയറൊക്കെ കളഞ്ഞു, ബ്ലാക്ക് ഹെഡ്സൊക്കെ കളഞ്ഞു, സെറ്റാക്കിയിട്ടുണ്ട് ഫേസ്. ഇനി കൂടെ അപ്ലൈ ചെയ്തിട്ട് ഫോൺ സ്റ്റാൻഡിലൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ സ്ക്രബ്ബറിന് എടുത്തേക്കുന്നത് കോഫി പൗഡറും ഷുഗറും വെള്ളമാണ് മിക്സ് ചെയ്യാൻ കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഫേസിൽ. മുൻപൊക്കെ ഞാൻ എപ്പോഴും ഈ കോഫി പൗഡറും അതുപോലെ തന്നെ ഷുഗറാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ ഫേസിന് സ്ക്രബ് ചെയ്യാനായിട്ട്. ഞാൻ ഇന്ന് അത് തന്നെ ചെയ്യാം. കാരണം എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഈ കോഫി പൗഡർ, അതുപോലെ തന്നെ റൈസ് പൗഡർ, പിന്നെ കടലമാവ്. ഇതൊക്കെ നാച്ചുറലാണ്, നല്ല റിസൾട്ടും ഉണ്ട്. നമുക്ക് സ്ക്രബ് ചെയ്യാം. ഫേസ് പാക്കൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കയ്യിലും കാലും കൂടി അപ്ലൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ മടി കാരണം ഞാൻ അപ്ലൈ ചെയ്തില്ല. എന്തായാലും ഒരു 10 to 15 മിനിറ്റ്സ് വെച്ചിട്ട് ഞാനിത് വാഷ് ചെയ്യും കേട്ടോ. വാഷ് ചെയ്ത് വന്നപ്പോൾ നന്നായിട്ട് ഫേസ് ഇങ്ങനെ ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു ബ്രൈറ്റൊക്കെ പോയി. എന്നാലും നമുക്ക് നാളെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു ബ്രൈറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഞാനൊരു കാര്യം വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ട് ഡിന്നർ കഴിക്കുന്നത് ഉച്ചത്തെ സെയിം കറിയൊക്കെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് മുട്ട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മേലേക്ക് വന്നിരിക്കുകയാണ് എൻ്റെ എന്താ പറയുക ഹെയർ കെയറും സ്കിൻ കെയറൊക്കെ ചെയ്യാനായിട്ട്. ഈ മെയിൽ കഴുകിയിട്ടില്ല കേട്ടോ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിരിക്കേണ്ടതാണ്.
ഇത് ഞാനിപ്പോൾ ഒരു കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമ്പാണ് കേട്ടോ. ഇതിനെ കുറിച്ച് പറയാം. ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ചിലപ്പോൾ ഈ വീഡിയോന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അത്. അപ്പോൾ യെസ്, മേല് കഴുകിയിട്ടില്ല. ഞാൻ കിടക്കുന്നതായിട്ട് കുറച്ച് തൊട്ട് മുൻപായിട്ട് മേല് കഴുകട്ടെ. എനിക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ മേല് കഴുകി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. കിടന്നു കഴിഞ്ഞാൽ ചൊറിയണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ കിടക്കുന്നത് കുറച്ച് മുന്നേ മേല് കഴുകുക ചെയ്യാറുള്ളത്. പക്ഷെ ഇതൊക്കെ ഞാൻ ഒന്ന് യൂസ് ചെയ്യട്ടെ. നൈറ്റ് സ്കിൻ കെയർ ഹെയർ കെയറിനുള്ളതാണ് കേട്ടോ. ഹെയർ ഗ്രോത്തിനുള്ളത് ഇതിങ്ങനെ ലൈറ്റൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ മാറും. അതുപോലെ തന്നെ വൈബ്രേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. കണ്ടോ, ഒരു സൗണ്ട് കേൾക്കാമല്ലോ, അടിപൊളി കേട്ടോ. ഇതിപ്പോൾ ഞാൻ മസാജാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് എന്താ പറയുക, ഒരു പുക പോണ പോലെ സാധനം കണ്ടോ. ഇത് ടോണറാണ് കേട്ടോ. ഇതിലുള്ളത് തന്നെയാണ് നമ്മൾ ഫില്ല് എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫില്ല് എന്താണ് ടോണർ. ഇത് 4-in-1 ഒരു കോമ്പാണ്. ഹെയർ ഗ്രോത്തിനുള്ളതും ഹെയർ മസാജ് ചെയ്യാനും ഒരു ടോണിക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കോമ്പാണ് കേട്ടോ. ഇതൊന്നിങ്ങനെ ആക്കണമൊക്കെ ഉണ്ടോ. അത് ഫ്രഷായി വന്നിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നൈറ്റ് ഇട്ടു. എനിക്ക് കൂടുതലും നൈറ്റ് ഇടാനാണ് ഇഷ്ടം. കുറച്ചും കംഫർട്ട് അതാണ്, അല്ലെങ്കിൽ ഷോർട്ട്സ് അല്ലെങ്കിൽ ടീഷർട്ടാണ് ഇടാറുള്ളത്. അപ്പോൾ നൈറ്റ് ഇട്ടു. ഇതൊരു ഓവർ കോട്ടുള്ള നൈറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നൈറ്റിയാണ്. എൻ്റെ ഹെയർ കണ്ട് നിങ്ങളാരും പേടിക്കണ്ട. ഞാനൊരു ഹീറ്റ്ലെസ് കേൾ ചെയ്യുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഷൂട്ടുണ്ട് നാളെ. അപ്പോൾ എനിക്കാണെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ആണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ കൂടുതൽ സ്ട്രെയിറ്റ് ആയി. അപ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കേളി ഹെയർ ക്രിയേറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ നാളെ ഞാൻ ഷൂട്ടിന് വെച്ചു കേളി ഹെയർ ക്രിയേറ്റ് ചെയ്യാൻ. സോ ഹീറ്റ്ലെസ് കേളാണ്. ഇത് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ആമസോണിൽ ഫ്ലിപ്കാർട്ടിന് മേടിച്ചതാണ് ഒരു സാധനം. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നൈറ്റ് സ്കിൻ കെയർ അധികം സ്റ്റെപ്പൊന്നുമില്ല. 2 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്ന് ഒരു വൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒലയുടെ കേട്ടോ. ഇന്നിപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഒലയുടെ ഞാൻ മുൻപും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബ്രേക്ക് എടുത്തു, വീണ്ടും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒലയുടെ നൈറ്റാണ് കേട്ടോ യൂസ് ചെയ്യണം. പിന്നെ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ന് കാര്യമായിട്ടൊന്നും അപ്ലൈ ചെയ്യില്ല. ലൈറ്റ് കുറച്ചൊക്കെ ഡിമ്മായി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് കുറച്ചധികം ഡിമ്മായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒലയുടെ വൈറ്റനിങ് ക്രീം എനിക്ക് തോന്നുന്നു ഒരു 3-4 +2 തൊട്ടിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. അതൊക്കെ ചെറിയ ട്യൂബാണ് യൂസ് ചെയ്ത് തന്നെ, 100 റുപ്പീസിൻ്റെ. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. അന്നൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിരുന്നു കേട്ടോ. സ്കിന്നൊക്കെ നല്ല രീതിക്ക് വൈറ്റനിങ് ആണ്. പക്ഷേ ഇപ്പം അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റിസൾട്ട് ഉണ്ട്. ഒലയുടെ ക്രീം ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. സോ എൻ്റെ സ്കിന്നിന് ഇത് ഓക്കെയാണ്. എല്ലാവരുടെ സ്കിന്നിന് ഇത് ഓക്കെ ആവണമെന്നില്ല കേട്ടോ. കിടക്കണ മുന്നേ കുറച്ച് വെള്ളം കുടിക്കാം, എന്നിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഉറങ്ങില്ല കേട്ടോ. കാരണം കുറച്ച് നേരം ഇച്ചിരി സംസാരിച്ച് വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ ഞാൻ കിടക്കുള്ളൂ, വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുള്ളൂ. സ്കിൻ കെയറും കഴിഞ്ഞു, നൈറ്റിലെ ഹെയർ കെയറും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി പോയി ഒന്ന് കിടന്നാൽ മതി. നാളെ ഷൂട്ടുള്ള കാരണം നേരത്തെ കിടക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കമ്മലൊക്കെ ഞാൻ ഊരി വെച്ചു കേട്ടോ. കാരണം നാളെ വലിയൊരു ചുമക്കാനിടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സിൽവറിൻ്റെ കമ്മൽ ഊരി വെച്ചു. മാല ഞാൻ ഊരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ, ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്.